ജെയിംസ് സാറെ, യുദ്ധം അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻസ് നോക്കുമ്പോൾ ഒരു വശത്ത് അമേരിക്ക യുദ്ധം തുടരുമെന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളോടെങ്കിലും ഒരു സമവായ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഇനി നീണ്ടു നിൽക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്ന ഒരു സൂചന ഇത് നൽകുന്നുണ്ടോ? മറ്റൊന്ന്, ഈ പറയുന്ന വിപണികളൊക്കെ ഇന്ന് വളരെ ആവേശത്തിലാണല്ലോ. ഏഷ്യൻ വിപണികളെല്ലാം തന്നെ തുടങ്ങിയത് നന്നായിട്ടാണ്. ഇന്ത്യൻ വിപണിയിലും സെൻസെക്സും നിഫ്റ്റിയും നന്നായി പോകുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വർണ്ണവില കുറയുന്നു. അങ്ങനെ നമ്മളൊരു ആശ്വാസ തീരത്തേക്ക് പോവുകയാണോ? ക്രിസ്റ്റീന, യഥാർത്ഥത്തിൽ വല്ലാത്ത അനിശ്ചിതാവസ്ഥയാണ്. യുദ്ധം നീളുമോ ഇല്ലയോ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തുടങ്ങി വെച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിന് പോലും പറയാൻ കഴിയുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഉടനെ തീരും, പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് ഇറാൻ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനായുടെ ശിഷ്യരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ആയത്തുള്ള ഖമനിയെ എതിർത്തിരുന്നവരും ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ദേശസ്നേഹത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം എവിടെ എത്തുമില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പറയാറായിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഗൾഫ് രാജ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കി ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് മാറി. ഈ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ US സേനാ താവളത്തിൻ്റെ പേരിലാണെങ്കിലും ആക്രമണം നടത്തിയത് ദോഷം ചെയ്തു എന്ന വിലയിരുത്തൽ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് സൗദിയും UAEയും ഖത്തറും ഒമാനും അതുപോലെ തന്നെ കുവൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. തുർക്കിയിലേക്ക് കൂടി കയറി ആക്രമിച്ചവർ തുർക്കി നാറ്റോ സഖ്യത്തിൻ്റെ അംഗമാണ്. അപ്പോൾ നാറ്റോ സഖ്യത്തിൽ ആരെങ്കിലും കയറി ആക്രമിച്ചാൽ ആ സഖ്യം ഒരുമിച്ച് നിന്ന് എതിർക്കുമെന്നാണ്. അതുകൊണ്ടാണ് തുർക്കിയിലേക്ക് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പോയപ്പോൾ നാറ്റോ സഖ്യമാണ് ഇതിനെ തകർത്തിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിന് നമ്മൾ ഒരു അപകടം ഞാൻ കാണുന്നത്, രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ പോലെ ഓരോ രാജ്യങ്ങൾ പ്രകോപിപ്പിക്കപ്പെടുന്നു, അത് യുദ്ധത്തിലിറങ്ങുന്നു എന്ന പോലെ ഇപ്പോൾ അവിടെ നിന്ന് ഇറാൻ്റെ തീരത്തും ചുറ്റുമായിട്ട് നടന്നിരുന്ന യുദ്ധം, ഗൾഫ് രാജ്യങ്ങളായിട്ട് നിന്ന യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ശ്രീലങ്കൻ തീരത്ത് ഇന്ത്യയുടെ ബാക്ക്യാർഡിൽ എത്തിയിരിക്കുന്നു. അതാണ് ഈ കപ്പൽ, ഇറാൻ്റെ കപ്പൽ, അത് ഇന്ത്യയിൽ നിന്ന് സേനാഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം പോകുമ്പോൾ അതിനെ ടോർപിഡോ വെച്ച് തകർത്തതും. ഏതാണ്ട് 150 പേരിൽ 32 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 150ഓളം പേര് മരണമടഞ്ഞു എന്നാണ് അറിയുന്നത്. 87 പേരുടെ മൃതദേഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു മഹാദുരന്തമാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ടോർപിഡോ വെച്ച് അങ്ങനെ ഇത് നടന്നത്. ഇന്ത്യക്ക് വലിയ നാണക്കേടായി. കാരണം ഒരുപക്ഷെ ഇന്ത്യ രാഷ്ട്രത്തലവന്മാരെയൊക്കെ വിളിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് അല്പം ചർച്ചാ വിഷയമാവുകയും പിറ്റേ ദിവസം തന്നെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് പിറ്റേ ദിവസം തന്നെ ഒന്നും നോക്കാതെ ഇസ്രായേൽ യുദ്ധം തുടങ്ങുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എല്ലാ അറബ് രാജ്യങ്ങളുടെയും തലവന്മാരായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊന്നൊരു ഡാമേജ് കൺട്രോളൊക്കെ നടക്കുന്ന സമയത്താണ് ഇപ്പം നമ്മുടെ ബാക്ക്യാർഡിൽ നമ്മുടെ അവിടെ നിന്ന് പോയ കപ്പൽ, അത് ഇറാൻ്റെ കപ്പൽ, നമ്മൾ വലിയ യാത്രയപ്പൊക്കെ കൊടുത്തു വിട്ടതാണ്. ശരിക്കും ഇന്ത്യയുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് അമേരിക്ക കാണിച്ചിരിക്കുന്ന. പുറത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ടത്. ഇന്നിപ്പോൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാറ്റോ എന്ന് പറയുമ്പോഴും സ്പെയിൻ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമാണ്. സ്പെയിൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിന് ഒരു പിന്തുണ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് വിരട്ടി ഈ പറഞ്ഞ വ്യാപാര കരാറിൽ നിന്നൊക്കെ പിന്മാറും, പോയി പണി നോക്കാനാണ് സ്പെയിൻ്റെ മറുപടി. അപ്പോൾ അങ്ങനെ പറയുന്ന ചില രാജ്യങ്ങൾ കൂടിയുണ്ട് നാറ്റോ സഖ്യത്തിൽ, തുർക്കി അല്ലാതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.